ഇന്നലെ രാത്രിയിൽ വെറുതെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയിലാണ് ഒരു ചിത്രം കാണാനിടയായത്. അത്തരമൊരു ചിത്രം കേരളം കണ്ടിട്ടില്ല. എന്നാൽ കേരളം കണ്ട ഒരു ചിത്രമുണ്ട്. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മേൽക്കൂര പണിതവർ എന്നാണ് മഹാനായ MD വാസുദേവൻ നായർ പാണക്കാട് കുടുംബത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. അത് കേരളത്തിലെ ഒരു സാഹിത്യകാരൻ്റെ മാത്രം വാക്കുകളല്ല, മറിച്ച് കേരള സമൂഹം നെഞ്ചോട് ചേർത്ത് വെച്ച മുദ്രയാണത്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മേൽക്കൂര പണിതവർ തന്നെയാണ് അവർ. അജാതശത്രു എന്ന വാക്കിൻ്റെ നേരർത്ഥമാണ് അവരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ എന്തെങ്കിലും വേദനിപ്പിക്കുന്നതുണ്ടാവുമ്പോൾ അവരെ ഒരു പരിധി കടന്ന് ആരെങ്കിലും വർത്തമാനം പറഞ്ഞാൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഉയർന്ന് സംസാരിക്കും. കാരണം ഈ സ്നേഹത്തിൻ്റെ കട എന്ന വാക്കൊക്കെ രാഹുൽ ഗാന്ധി രാജ്യത്തിന് പരിചയപ്പെടുത്തുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് സ്നേഹത്തിൻ്റെയും ചേർത്തുവെക്കലിൻ്റെയും അടയ്ക്കാത്ത വാതിലുകളുള്ള തുറന്നിരിക്കുന്ന ഭവനമായിരുന്നു പാണക്കാട് കുടുംബം. കേരളത്തിൽ വാതിലടയ്ക്കാത്ത 2 സ്ഥലങ്ങളെ ഉണ്ടാവൂ. ഒന്ന് പോലീസ് സ്റ്റേഷനാണ്, തുടങ്ങിയാൽ അത് അടയ്ക്കപ്പെടുന്നില്ല. എന്നാൽ മറുവശത്ത് മറ്റൊന്നുള്ളത് പാണക്കാട് കുടുംബത്തിൻ്റെ വാതിലാണ്. പണ്ടെപ്പോഴോ ആരോ വന്ന് അർദ്ധരാത്രിയിൽ പ്രയാസം പറയാൻ വിളിച്ചപ്പോൾ ഉറക്കത്തിൽ കേട്ടില്ല എന്നതിൻ്റെ കുറ്റബോധം മനസ്സിലുള്ളതുകൊണ്ട് ശേഷിച്ച ജീവിതകാലം മുഴുവൻ അങ്ങ് ഇറമ്പിനോട് ചേർന്ന് ജനാല തുറന്നിട്ടുറങ്ങുന്ന ഒരു പിതാവായിരുന്നു പൂക്കോയ തങ്ങൾ. ആ പിതാവിൻ്റെ മക്കളാണ് ഈ നിറഞ്ഞ പുഞ്ചിരിയോടെ കേരള സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാദുക്കലി ശിഹാബ് തങ്ങൾ അടങ്ങുന്നവരെല്ലാവരും. അവരെ അപമാനിക്കാൻ, അവരെ ഇകഴ്ത്താൻ, അവരുടെ മേൽ AI ടൂളുകൾ വെച്ചോ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയോ അപമാനിക്കാൻ ശ്രമിക്കുന്നവർ എത്ര മൂഢനാണ്! യാതൊരു പരിശോധന പോലുമില്ലാതെ കേൾക്കുന്ന മാത്രയിൽ തള്ളിക്കളയേണ്ട അത്തരമൊരു വാർത്ത അതിൻ്റെ സോഴ്സോ ലിങ്കോ പോലും ആരെന്നറിയാതെ പ്രൊഫൈൽ പേജിലെടുത്തിട്ട് മണിക്കൂറുകളോളം ഓടിച്ച ശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ജനം ഓൺലൈൻകാർ ഞങ്ങളുടെ ചാനലിനതറിയില്ല, ഓൺലൈനാണ് അത് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ കുറഞ്ഞപക്ഷം ആരെക്കുറിച്ചാണ് പറയുന്നതെന്നും പറയുന്നത് എന്താണെന്നുമുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷേ ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പലതരത്തിൽ അപമാനിക്കപ്പെടാനും ദുർബലപ്പെടുത്താനും ശ്രമിച്ചിട്ടുള്ളത് സാദുക്കലി തങ്ങളെ തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല. ഒന്ന്, വാർദ്ധക്യത്തിൻ്റെ പരാധീനതകളില്ലാതെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ. പോകുന്നിടങ്ങളിലും കാണുന്നവരുടെ മനസ്സിലും ഹൃദയം നിറയ്ക്കുന്ന നല്ല ചിന്തകളും ഓർമ്മകളും നൽകുന്നൊരു മനുഷ്യൻ. നിറഞ്ഞ പുഞ്ചിരിയോടെ അല്ലാതെ നന്മയുടെ വാർത്തകൾ മൊഴിയുന്നൊരു മനുഷ്യൻ. എല്ലാ മനുഷ്യരോടും ചേർന്ന് നിൽക്കുന്ന ഒരാൾ. പക്ഷേ ഭിത്തിയിൽ ചാരി ഒട്ടിച്ച് കാര്യസാധനത്തിനായി എത്തുന്നവരുടെ മുന്നിൽ കരുതലോടെ, കരുത്തോടെ, എന്നാൽ മിതമായി കാര്യം പറയുന്ന ഒരാൾ. അത്രയൊക്കെ മതി ഇന്നത്തെ സമൂഹത്തിൽ അസൂയപ്പെടാൻ. അതിന് പല കാരണങ്ങളും വേറെയുമുണ്ട്. രാഷ്ട്രീയമായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ തിളങ്ങുന്ന വിജയം അവരെ കാത്തിരിക്കുന്നുണ്ടെന്ന് പലരും ഉറക്കെയും ഒതുക്കിയും അടക്കവും പറയുന്നുണ്ട്. അതിനെല്ലാം കാരണം ഈ കോംബോ ആണ്. പലരും വിചാരിച്ചു കുഞ്ഞാപ്പയും സാദുക്കലി തങ്ങളും ഒക്കെ തമ്മിൽ അങ്ങനെ ആവില്ലെന്ന്. പക്ഷേ അവരൊക്കെ എല്ലാ അർത്ഥത്തിലും ഒരു സെറ്റായി, ടീമായി പോകുന്നു. പിന്നെ മറ്റു ചില കേന്ദ്രങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് അദ്ദേഹത്തെ കല്ലെറിയാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെയും എല്ലാ മനുഷ്യരും ചേർന്ന് പ്രതിരോധിച്ചു. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ഊഴമായി കളയാം എന്ന് കരുതിയിട്ടുണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അതിന് നേർവിപരീത ഫലമായിരിക്കും കേരള സമൂഹം നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വന്നു ഇത്രമേൽ ധൈര്യം അങ്ങനെ ചെയ്യാൻ, അങ്ങനെ പ്രചരിപ്പിക്കാൻ, അങ്ങനൊരു പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് അത്തരമൊരു പേര് വലിച്ചിഴയ്ക്കാൻ? അത്ഭുതപ്പെടുത്തുന്നു. ഞാൻ ഈ വാർത്ത കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തെ വിളിച്ചു. വളരെ സൗമ്യമായി നോക്കുകയാണ്, നോക്കിയിട്ട് പറയാം എന്ന മറുപടിയാണ്. യാതൊരു ഭയാശങ്കയോ ഒരാവലാതിയോ വെപ്രാളമോ മൊബൈൽ അണപ്പോ ഒന്നും ഉണ്ടായില്ല. മുനവറിലി തങ്ങളെയും വിളിച്ചു. കുഞ്ഞാപ്പയെ കിട്ടിയില്ല. പക്ഷേ അവിടെയൊന്നും ആർക്കും ഒരാശങ്കയുണ്ടായിരുന്നില്ല. നമ്മൾ ചിലതൊക്കെ കാണുന്ന മാത്രയിൽ വലിച്ചെറിയുമല്ലോ, ഉപയോഗിച്ച പാമ്പേഴ്സ് പോലെ. അതുപോലെ കാണുന്ന മാത്രയിൽ കണ്ടവരെല്ലാം വലിച്ചെറിഞ്ഞ ഒന്നായി മാറി അത്. ജനം TV താഴെയുള്ള ഓൺലൈനിൽ കുറേ പരമവിദ്വേഷികൾ കാത്തിരുന്നത് പോലെ എന്തൊക്കെയോ പുലഭ്യം പറഞ്ഞു എന്നല്ലാതെ അതും അടുത്ത നിമിഷം തന്നെ അവർ പിൻവലിക്കുകയും ചെയ്തു. അതെ, ആ നിറഞ്ഞ പുഞ്ചിരിയുടെ ഏറ്റവും മനോഹരമായ മുഖം അള്ളാഹു പടച്ചതമ്പുരാൻ ഒരു പരിക്കുമേൽക്കാതെ, ഒരു പോറലുമേൽക്കാതെ, ആ പ്രഭയ്ക്ക് ഒരു മങ്ങലുമേൽക്കാതെ ഒരുപാട് കാലം
കേരളത്തിലെ സമൂഹത്തിനാകെയും MD വാസുദേവൻ നായർ പറഞ്ഞു കടന്നുപോയത് ഞാൻ ആവർത്തിക്കുന്നു. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മേൽക്കൂരയായി അങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ. പ്രാർത്ഥിക്കുന്നു അതിനായി. ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന വിദ്രോഹികൾക്ക് നല്ല ബുദ്ധി നൽകട്ടെ.